കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണവാർത്തയിൽ തരിച്ചു നിൽക്കുകയാണ് ഇപ്പോഴും കേരളം. സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിലുള്ള വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ രാവിലെ മരിച്ചത്. KCBയുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും കൊടിയ അനാസ്ഥയാണ് ആ കുരുന്നു ജീവൻ എടുത്തത് എന്നത് ഒറ്റക്കാഴ്ചയിലെ വ്യക്തം. 40 വർഷമായുള്ള ലൈനിന് താഴെ സ്കൂൾ അധികൃതർ സൈക്കിൾ ഷെഡ് നിർമ്മിച്ചത് ആരോടും അനുമതി വാങ്ങാതെയാണ്. അതിന് മീതെ അപകടകരമായി താഴ്ന്ന് KV ലൈൻ പോകുന്നത് KCB ഇതുവരെയും കണ്ടില്ല എന്നും കരുതാനാകില്ല. കൊല്ലം വിളന്തറയിലെ മിഥുന്റെ വീട്ടിലെ ദൃശ്യങ്ങൾ ഒരാൾക്കും കണ്ടു നിൽക്കാനാകില്ല. എന്ത് പരിഹാരമുണ്ട് ഈ കൊടും ദുഃഖത്തിന്? RDX റാപ്പ്. രാവിലെ 9 മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടം. സ്കൂളിലെ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നു മരിച്ച മിഥുനും സുഹൃത്തുക്കളും. സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് നിർമ്മിച്ച ഇരുമ്പ് ഷീറ്റിട്ട സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് മിഥുന്റെ സുഹൃത്ത് ചെരുപ്പെടുത്തിട്ടു. ഇതെടുക്കാനായി മിഥുൻ ഷെഡിന് മുകളിലേക്ക് കയറിയപ്പോഴാണ് ഷോക്ക് ഏൽക്കുന്നത്. 3 ഫേസ് വൈദ്യുത കമ്പിയിൽ സ്പർശിച്ച കുട്ടി തൽക്ഷണം മരിച്ചു. വൈദ്യുതി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ലൈനിന് ഭൂനിരപ്പുമായുള്ള സുരക്ഷിതാകലം ഉണ്ടായിരുന്നില്ലെന്ന് പ്രാഥമികമായി KSEB സമ്മതിച്ചു. വൈദ്യുതി ലൈനിന് താഴെ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ KSEB അറിയിക്കണമെന്ന പ്രാഥമിക നടപടിക്രമം ഷെഡ് നിർമ്മാണത്തിൽ സ്കൂൾ മാനേജ്മെന്റും പാലിച്ചിരുന്നില്ല. അപകടത്തിന് പിന്നാലെ CPIM നിയന്ത്രണത്തിലുള്ള ജനകീയ ഭരണസമിതിക്ക് കീഴിലുള്ള സ്കൂളിലേക്ക് UDF BJP പ്രവർത്തകർ പ്രകടനമായി എത്തി പ്രതിഷേധിച്ചു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെത്തി കുട്ടിയുടെ മൃതദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. ആ നാട്ടിലെ മുഴുവൻ പേരുടെയും പ്രതികരണങ്ങൾ അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കുന്നതാണ്. സ്കൂളിലെത്തുമ്പോൾ സഹപാഠികൾ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ വളരെയേറെ ദുഃഖകരമായ കാര്യങ്ങളായിരുന്നു. സ്കൂളിലെത്തുമ്പോൾ മിഥുൻ ഈ വൈദ്യുതി ലൈനിൽ തൂങ്ങിക്കിടക്കുന്നതാണ് കണ്ടത് എന്ന് ദൃക്സാക്ഷിയായ വിദ്യാർത്ഥി പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളു പിടക്കും. ഞാനും ടീച്ചറും കൂടി നടന്ന കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ഈ കുട്ടി എൻ്റെ മണ്ടയിൽ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കണ്ടത്. ഷോക്ക് അടിച്ചതാണെന്നാണ് എല്ലാവരും പറയുന്നത്. അന്നേരം സാർമാരും ടീച്ചേഴ്സ് HM എല്ലാവരും എൻ്റെ മണ്ടയിലോട്ട് വരിഞ്ഞു കയറി. അങ്ങനെ തടി പലകയെല്ലാം പൊളിച്ച് മാറ്റിയിട്ട് അതിനടിച്ച് പാതി ഭാഗത്താക്കി. എന്നിട്ട് അതിനെല്ലാം പൊക്കിക്കൊണ്ടുപോയി. സ്കൂൾ മാനേജ്മെന്റിനെതിരെ കടുത്ത ആരോപണവുമായി നാട്ടുകാരും തൊട്ടു പിന്നാലെ തന്നെ രംഗത്തെത്തി. പൂർണ്ണമായിട്ട് പറയാനായി ഈ കമ്മിറ്റിയുടെ, അതായത് ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ അനാസ്ഥ മാത്രമാണ്. കാര്യം KSEBക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ ചോദിക്കാൻ പറഞ്ഞ് KSEBക്ക് കൊടുത്തിട്ടുണ്ട്. അവർ 2 മാസം മാറ്റാമെന്ന് പറയുന്നത് പറഞ്ഞിട്ട് 2 മാസത്തോളം ആവുന്നത് അവരിതുവരെ മാറ്റിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലൈൻ കമ്പി ഇവിടെ പോകുമ്പോൾ ഈ ഷീറ്റ് ഇവിടെ അടിക്കുന്നത് എന്തിനാണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഫിക്സഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്? ഈ ലൈൻ കമ്പി മുന്നേ ഇവിടെ പോയിരിക്കുന്ന ലൈൻ കമ്പിയാണ്. അതിൻ്റെ കീഴിൽ ഈ ലൈൻ കമ്പി അല്ലേ ഈ ലൈൻ കമ്പി മാറ്റിയിട്ട് വേണം ഈ ഷീറ്റ് ഇവിടെ അടിക്കേണ്ടത്. ഇവിടെ MLAയുടെ സ്ഥലമാണ്. MLA അപ്പുറത്താണ് താമസിക്കുന്നത്. അദ്ദേഹം പോലും ഇതുവരെ തിരിഞ്ഞു നോക്കുന്നില്ല. അപകട മരണത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അടിയന്തര റിപ്പോർട്ട് തേടി. സ്കൂളിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകർക്ക് എന്താണ് ജോലിയെന്നും വീഴ്ച കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി ആദ്യം പറഞ്ഞു. ഗവൺമെൻറ് എടുക്കേണ്ട നടപടികൾ, വിദ്യാഭ്യാസ വകുപ്പ് എടുക്കേണ്ട നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കും. ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് എടുക്കേണ്ട നടപടികൾ ഇലക്ട്രിസിറ്റി ബോർഡ് എടുക്കും. ആ കുടുംബത്തോടൊപ്പമാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഈ ഹൈസ്കൂൾ HMനും പ്രിൻസിപ്പാളിനും ഒക്കെ പിന്നെ എന്താ ജോലി? ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ? കേരളത്തിലെ 14,000 സ്കൂളും വിദ്യാഭ്യാസ ഡയറക്ടർക്കും ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. ഒരു മകനാണ് നഷ്ടപ്പെട്ടത്. അപകടത്തിൽ KSEBക്ക് വീഴ്ചയുണ്ടായെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി സമ്മതിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്കും വീഴ്ചയുണ്ടായെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. സ്കൂളിൽ ഷെഡ് കെട്ടിയത് പെർമിഷൻ മേടിക്കേണ്ടതാണ്. പഞ്ചായത്തിൻ്റെ പെർമിഷൻ മേടിക്കുന്നതാണ്. ഇങ്ങനെ കെട്ടാൻ പാടില്ല, ലൈനിൻ്റെ എത്ര താഴെ കെട്ടാൻ പാടുള്ളൂ എന്നുള്ളത് അതൊക്കെ ലംഘിച്ചിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അത് നോക്കിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇൻസ്പെക്ഷൻ നോക്കിയില്ല എന്ന് ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് 2 പ്രശ്നവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു അന്വേഷണം നടത്തിയ ശേഷം നടപടി ഉണ്ടാകും. അതിദാരുണമായ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. സങ്കടകരമാണ്. പക്ഷേ എങ്കിലും അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കാണാം. രാവിലെ 9 മണിയോടെ സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നു മിഥുനും കൂട്ടുകാരും എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. കളിക്കുന്നതിനിടെ മിഥുൻ്റെ ചെരുപ്പ് സൈക്കിൾ ഷെഡിനേക്ക് മുകളിലേക്ക് സുഹൃത്ത് തമാശയായിട്ട് എടുത്തിട്ടു. 2ാം നിലയിലെ ജനാല വഴി പുറത്തു കടന്ന് ഡെസ്ക് വലിച്ചിട്ട് മിഥുൻ ഷെഡിൻ്റെ മുകളിൽ കയറി. ഇതൊക്കെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. മഴ പെയ്ത് കിടന്നതിനാൽ പെട്ടെന്ന് കാൽ വഴുതി മിഥുൻ ആ ഞെട്ടലിൽ കയറി പിടിച്ചത് ഈ വൈദ്യുതി ലൈനിലായിപ്പോയി എന്നതാണ് ദുരന്തമുണ്ടാക്കിയത്. വൈദ്യുതി ലൈനിൽ കമിഴ്ന്ന് കിടക്കുന്ന നിലയിലായിരുന്നു പിന്നീട് കുട്ടികൾ കാണുമ്പോൾ മിഥുൻ. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എന്നതാണ് ദുഃഖകരമായ കാര്യം.
സ്കൂൾ ഗ്രൗണ്ടിന് മുകളിലൂടെ 40 വർഷത്തോളമായി ഈ വൈദ്യുതി ലൈൻ പോകുന്നുണ്ട് എന്നാണ് പിന്നീട് നമ്മൾ അറിഞ്ഞത്. തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് പോകുന്ന 3 ഫേസ് ലൈനാണിത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. 10 വർഷം മുമ്പാണ് സ്കൂൾ കെട്ടിടത്തിന് സമീപം സൈക്കിൾ ഷെഡ് നിർമ്മിച്ചത് എന്ന്, അതും 10 വർഷമായി. ഇതോടെ വൈദ്യുത ലൈൻ ഷെഡിൻ്റെ തകര ഷീറ്റിന് തൊട്ടു മുകളിലായി എന്നതാണ് നില. തറനിരപ്പിൽ നിന്നും ലൈനിലേക്ക് സുരക്ഷിത അകലം പാലിച്ചില്ല എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഷെഡിൻ്റെ റൂഫും വൈദ്യുത ലൈനും തമ്മിൽ നിയമാനുസൃതമായ അകലമില്ല എന്ന് നമ്മളിപ്പോൾ കണ്ടു. വൈദ്യുത ലൈൻ കവചിത കേബിളാക്കാൻ KCB സ്കൂളിൻ്റെ അനുമതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോഴറിയുന്നത്. അടുത്ത മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് ശേഷം അറിയിക്കാം എന്നായിരുന്നു ആ ഭാഗത്തുനിന്ന് കിട്ടിയ മറുപടി എന്നാണ് അറിയുന്നത്. സ്കൂളിൻ്റേത് ജനകീയ മാനേജ്മെൻറ്റാണ്. CPIM നിയന്ത്രണത്തിലുള്ള 11 അംഗ ജനകീയ കമ്മിറ്റിയാണ് തേവലക്കര സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ അറിയുന്നു. അംഗങ്ങൾ തേവലക്കര, മൈനാഗപ്പള്ളി, പടിഞ്ഞാറെ കല്ലട, മൺട്രോ, തുരുത്ത് പഞ്ചായത്തുകളിൽ നിന്നുള്ളവരാണ്. മിഥുൻ തേവലക്കര ബോയ്സ് സ്കൂളിലെത്തിയത് ഈ അധ്യയന വർഷമാണ്, മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. സാധാരണ മിഥുൻ സ്കൂളിലെത്തുന്നത് സ്കൂൾ ബസ്സിലാണ്. ഇന്നെത്തിയത് അച്ഛൻ്റെ സ്കൂട്ടറിലാണ്. അച്ഛനാണ് സ്കൂട്ടറിൽ അങ്ങോട്ടേക്ക് എത്തിച്ചത്. ആകസ്മിക ദുരന്തത്തിൻ്റെ ആഘാതത്തിലാണ് ഈ മിഥുൻ്റെ നാടായ വിളന്തര ഗ്രാമം അപ്പാടെയും. അച്ഛൻ മനോജ് നിർമ്മാണ തൊഴിലാളിയാണ്. ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അമ്മ സുജയാണെങ്കിൽ കുവൈറ്റിൽ വീട്ടുജോലിക്ക് പോയത് 3 മാസം മുമ്പാണ്. 3 മാസം മുമ്പാണ് മകനെ നാട്ടിലാക്കി പോയത്. മിഥുൻ്റെ അനുജൻ സുജിൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ സുജിൻ ഒരു അനുജൻ മാത്രമാണ് മിഥുന് ഉള്ളത്. സമീപകാലത്ത് വന്നതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത എന്നാണ് എനിക്കിത് രാവിലെ മുതൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ തന്നെയും പറ്റാത്ത വിധം എനിക്ക് തോന്നുന്നു. ആ വാർത്ത കാണുന്ന ആളുകളുടെ അവസ്ഥ അതായിരിക്കും, എല്ലാവരുടെയും സാഹചര്യം അങ്ങനെയായിരിക്കും. ഇതിപ്പോൾ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തിയാൽ ഒരുപക്ഷേ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടിയേക്കും എന്ന നിലയാണ് കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് ഉണ്ടാവുക. യഥാർത്ഥത്തിൽ ഇതിൽ കുറ്റപ്പെടുത്തേണ്ടതുണ്ട് ആ സ്കൂളിൻ്റെ അധികൃതരായിട്ടുള്ള ആളുകളെ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്താ ഹർഷത് മുഴുവൻ കണ്ടപ്പോൾ തോന്നി? നേരത്തെ പറഞ്ഞതുപോലെ അത് ഇന്ന് ഫ്രെയിമിലേക്ക് ഞാൻ നോക്കിയിട്ടേ ഇല്ല. അത് നമുക്കത് കാണാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. സാധാരണ പിന്നെ ഈ കുട്ടികൾ വീട്ടിൽ സുരക്ഷിതരായിരിക്കുന്നതിനേക്കാൾ സ്കൂളുകളിലായിരിക്കും സുരക്ഷിതരെന്നാണ് പലപ്പോഴും നമ്മൾ കരുതുക. വീട്ടിൽ എത്രത്തോളം സുരക്ഷിതരാണോ അതിനേക്കാൾ പലപ്പോഴും സുരക്ഷിതരായിരിക്കും പല കുട്ടികളും സ്കൂളുകളിൽ. അതിനേക്കാൾ സന്തോഷത്തിലായിരിക്കും കൂട്ടുകാരുടെയൊക്കെ ഒപ്പം. അപ്പോൾ ഒരു 13 വയസ്സാണ്. ഒരു കൂട്ടുകാരൻ ചെരുപ്പെടുത്ത് സ്കൂളിന് മുകളിലേക്ക് എറിയുന്നത് നമ്മുടെയൊക്കെ അനുഭവത്തിലുണ്ടല്ലോ. ഇത്തരം തമാശകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതതിൻ്റെ മുകളിൽ വീണിട്ട് ഇവൻ അത് എടുക്കാൻ അവിടെ കയറുമ്പോൾ വഴുക്കലുണ്ടാവുകയാണ്. കാരണം മഴക്കാലമാണ്, സ്വാഭാവികമായും ആ റൂഫിന് വഴുക്കലുണ്ടാവും. അപ്പോൾ ചാടിക്കയറി പിടിക്കുന്നത് ഈ വൈദ്യുതി കമ്പിയിലായിപ്പോയി. ഇതിൽ വീഴ്ച എന്നത് ഒരു സംശയമില്ലാതെ പറയാവുന്ന കാര്യമാണ്. അത് ചെറിയൊരു വീഴ്ചയല്ല. കാരണം 10 വർഷമായി ആ കമ്പി, അതായത് ഈ റൂഫ് അവിടെ നിൽക്കുക, അവിടേക്ക് കടക്കാവുന്ന ഒരു സാഹചര്യം ആ സ്കൂളിലുണ്ട് താനും. കാരണം അതിൻ്റെ മുകളിൽ ആ കെട്ടിടം പഴയ കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ മുകളിലൂടെ വലിഞ്ഞു കയറി അവിടേക്ക് ആ കുട്ടികൾക്ക് കടന്ന് ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥിതിയുണ്ട്. എയ്ഡഡ് സ്കൂളാണ്. കേരളത്തിലിപ്പോൾ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ കുറച്ച് വ്യത്യസ്തമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ 8-10 വർഷങ്ങൾക്കിടയിൽ സർക്കാർ സ്കൂളുകൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ട കൂടുതൽ ഫണ്ട് ലഭ്യമാവുകയും ആ നിലയ്ക്ക് സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എയ്ഡഡ് സ്കൂളുകളിൽ പലപ്പോഴും പിന്നീട്, പണ്ടൊക്കെ എയ്ഡഡ് സ്കൂളുകളായിരുന്നു, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എയ്ഡഡ് സ്കൂളുകളായിരുന്നു ഗംഭീര കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. സർക്കാർ സ്കൂളുകൾ മോശമായിരുന്നെങ്കിൽ ഇപ്പം നേരെ തിരിച്ചാണ്. എയ്ഡഡ് സ്കൂളുകൾ അവർക്കും ഫണ്ട് അനുവദിക്കുന്നുണ്ട്. സ്കൂളുകൾക്ക് 1000 വിദ്യാർത്ഥികൾക്ക് മുകളിൽ പഠിക്കുന്ന സ്കൂളുകൾക്കൊക്കെയുള്ള ഫണ്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഫണ്ട് അനുവദിക്കണമെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ പങ്കാളിത്തം കൂടി വേണം. പലപ്പോഴും മാനേജ്മെൻറ്റുകൾ ആ പങ്കാളിത്തത്തിന് മുതിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു മുൻകൈ എടുക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ പല സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകൾ ചോദിച്ച അവസ്ഥയിലാണ് മുമ്പത്തേതിനേക്കാൾ, ഇവരെക്കാൾ. ഈ സ്കൂളിൻ്റെ കാര്യം എടുക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടതാണ്. കാരണം അവിടെ പരിസരത്തുള്ള പഞ്ചായത്തുകളിലെ അംഗങ്ങളടങ്ങിയ ഒരു കമ്മിറ്റിയാണ്, പഞ്ചായത്ത് അംഗങ്ങൾ ഓരോ ഘട്ടത്തിലും തിരഞ്ഞെടുത്തു വരുന്ന പഞ്ചായത്ത് അംഗങ്ങൾ അടങ്ങിയ ഒരു കമ്മിറ്റിയാണ് ഈ സ്കൂളിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആദ്യ സമയം ഇത് സംഭവിച്ച ഉടനെ അന്വേഷിക്കുമ്പോൾ പറയുന്നത് അവിടെ നിന്നൊക്കെ വരുന്ന വിവരങ്ങൾ ഈ പഞ്ചായത്ത് 5 വർഷം കൂടുമ്പോൾ ഇങ്ങനെ മാറി പോവുകയാണല്ലോ, വിവിധ പഞ്ചായത്ത് അംഗങ്ങളുമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊരു വലിയൊരു താല്പര്യം കാണിക്കാത്ത സ്ഥിതി അവിടെ ഉണ്ടോ എന്ന സംശയമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുക? കാരണം തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്ന ഒരു സ്കൂൾ എന്ന നിലയ്ക്ക് തന്നെയല്ലേ അതിനെ കാണേണ്ടത്. അങ്ങനെയുള്ള സ്കൂളാണ് കൂടുതൽ ശ്രദ്ധയാണ് വരേണ്ടത്. പക്ഷേ അതവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ വീഴ്ചയാണ്.
ഇതുവരെ ഇങ്ങനെ ഒരു ദുരന്തം അവിടെ സംഭവിക്കാതിരുന്നു എന്നത് തന്നെ മഹാഭാഗ്യമാണ്. കാരണം ഇത് ആ വൈദ്യുതി കമ്പി പൊട്ടി വീണാൽ തന്നെ ഇതിനേക്കാൾ വലിയ അപകടം അവിടെ ഉണ്ടായേക്കാം. കാരണം സ്കൂളിൽ വരുന്ന വിദ്യാർത്ഥികളുടെ മുഴുവൻ സൈക്കിൾ വയ്ക്കുന്നത് അവിടെയാണ്. ഈ മഴക്കാലമുണ്ട്. KSEBക്ക് വന്ന വീഴ്ച അതിനേക്കാൾ വലിയ വീഴ്ചയല്ലേ? കാരണം ഇത് KSEB ഇത് എന്താണ് ഒരു കേബിൾ ചെയ്യാമെന്ന് പറയുന്നു, പക്ഷേ അത് അടുത്ത കമ്മിറ്റിക്ക് ശേഷം പറയാമെന്ന് മാനേജ്മെൻറ്റ് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണോ ഈ കുട്ടികളുടെ ഒരു ജീവൻ വെച്ചുള്ള ഈ കളി? ഇത് കുട്ടികളുടെ മാത്രമല്ല, ഇവിടുത്തെ അധ്യാപകർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ പാടില്ല എന്ന് ഇപ്പം അവിടുത്തെ സ്കൂളിലെ അധ്യാപകർ എല്ലാ അധ്യാപകർക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ പ്രിൻസിപ്പലിനോ HMനോ ഒക്കെ ആ ഉത്തരവാദിത്വമുണ്ട്. ഇതൊന്നും അവിടെ നടന്നിട്ടില്ല. ആ നഷ്ടം എത്ര വലുതാണെന്നുള്ളത് നമുക്ക് സത്യത്തിൽ അത് അങ്ങ് വിശദീകരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ആ കുട്ടിയുടെ അച്ഛൻ മനോജ് ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. സംസാരിക്കുന്നത് കേട്ടു. ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല, ഇന്ന് ജോലിയില്ല. അപ്പോൾ കൊണ്ടുവിട്ടിട്ട് ഞാൻ നേരത്തെ വിളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് മനോജ് തിരിച്ചു വരുന്നത്. അമ്മ സുജ വീടിൻ്റെ ഒരു സാഹചര്യമൊക്കെ കണ്ടാൽ നമുക്ക് സഹിക്കില്ല. അപ്പോൾ വീട്ടുജോലിക്കായി കുവൈറ്റിൽ പോയിരിക്കുന്നു. കുവൈറ്റിൽ നിന്ന് ആ കുടുംബത്തോടൊപ്പം, ഈ അറബ് കുടുംബത്തോടൊപ്പം അവർ തുർക്കിയിൽ പോയിരിക്കുകയാണ്. അവിടുന്ന് തിരിച്ചു വന്നിട്ട് വേണം ഇനി ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ പണ്ടൊക്കെ ഇപ്പോഴൊക്കെ എല്ലാവരും പറയും കുട്ടികൾ അങ്ങനെ കുട്ടികളെ അങ്ങനെ പ്രതീക്ഷിക്കരുത്, കുട്ടികളുടെ വഴിക്ക് പറന്നു പോകാനുള്ളവരാണ്, സഞ്ചരിക്കാനുള്ളവരാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടി വലിയ പ്രതീക്ഷയാണ്. അത് അതിലൊരു അത് വലിയ നഷ്ടമാണ്. അതാണ് ഉറപ്പായിട്ടും അതിൽ ഈ ഉത്തരവാദികൾ തീർച്ചയായും അതിൽ മറുപടി പറയണം. ഇതിനകത്ത് അതായത് ഇപ്പോൾ ഇതിനോട് നമ്മൾ മാറ്റിവെച്ച് പരിശോധിച്ചാൽ, അതായത് അതിനകത്തുള്ള വലിയ ദുഃഖത്തിൻ്റെ അംശത്തെ ഒന്ന് മാറ്റിവെച്ച് പരിശോധിച്ചാൽ, അല്ല മാറ്റിവെക്കാൻ പറ്റില്ല, പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവമായിട്ട് ഇതിൽ ചേർച്ചയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അവിടെയും ഇത് തന്നെയായിരുന്നു. അതായത് കുറേ കാലമായിട്ട് പേപ്പറുകൾ മൂവ് ചെയ്യുന്നുണ്ട്, നേരത്തെ അറിയാമായിരുന്നൊരു കെട്ടിടമാണ്, അതവിടെ ഇല്ലേ. അപ്പോൾ അവിടെ ഒരാളുടെ ജീവൻ അങ്ങ് പൊടിയാണ്. ഇതിപ്പോൾ അതിനേക്കാളും വലിയ ഒരു പ്രശ്നമായില്ലേ? നേരത്തെ പറഞ്ഞ പോലെ എത്ര കുട്ടികളാണ് താഴെ കൂടെ പോകുന്നത്. ഈ സംവിധാനങ്ങൾ എന്നു മാത്രമല്ല, അത് പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ മാനേജ്മെൻ്റ് ആയിരുന്നത് എന്നതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ മറ്റോ കുഴപ്പമല്ല എന്ന് നമ്മൾ പറയുന്ന ആളുകളിൽപ്പെട്ട ആളാണ് ഞാനും. അത് അങ്ങനെയല്ല, നമ്മളൊരു സംവിധാനത്തിൻ്റെ ആകപ്പാടെ കുഴപ്പമായിട്ട് കാണണമെന്നാണ്. പക്ഷേ എനിക്കിതിനകത്ത് CPIM എന്ന പാർട്ടിയുടെ അംഗങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന സ്ഥിതിയല്ല, പറ്റുന്നതല്ല. കാരണം അവർ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടതാണ്. കാരണം ഒരു സ്കൂളിൽ ഇത്രമാത്രം കുട്ടികളുടെ സ്ഥലത്ത് അപകടകരമായിട്ടൊരു ബോംബ് പോലെ ഈ കാര്യം ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ശ്രദ്ധ വേണ്ടത് ആർക്കാണ്? 40 വർഷമായിട്ട് ഈ കേബിൾ ഇങ്ങനെ പോവുകയാണത്രേ. കേരളത്തിൽ എവിടെയെങ്കിലും അങ്ങനെ സംഭവിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന് താഴെ ഈ പറയുന്ന ഷെഡ് കെട്ടിയിരിക്കുകയാണത്രേ. ഇനി പോകട്ടെ, ഈ കുട്ടികൾ ഇനിയിപ്പോൾ ഇവിടെ ഷെഡുമുണ്ട്, ഷെഡിനോട് തൊട്ട് ചേർന്നൊരു കേബിളും ഇങ്ങനെ പോവുകയാണെങ്കിൽ കുട്ടികൾ അതിനകത്തേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത വിധം ഒരു വേലിയോ മറ്റോ അവിടെ നിർമ്മിക്കേണ്ടതില്ല. കുട്ടികൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന സ്ഥലത്തെ കംപ്ലീറ്റ് ആയിട്ട് അടച്ചു കെട്ടേണ്ടതല്ലേ? അതവർ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ ഇത് CPIMൻ്റെ പഞ്ചായത്ത് അംഗങ്ങളും മറ്റുമൊക്കെയാണ് ഇവിടെ. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്താതെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക? ഞാൻ കുറ്റപ്പെടുത്തും. കാരണം അവർ ഉത്തരവാദിത്വം കാണിക്കേണ്ടതാണ്. അവർ പൊതുപ്രവർത്തകരായിട്ട് CPIM എന്ന പാർട്ടി ആയതുകൊണ്ട് അവരിൽ വിശ്വസിച്ചിട്ടാണ് ഇത്തരം സംവിധാനങ്ങളെല്ലാം അവരുടെ മേലേക്ക് വരുന്നത്. അപ്പോൾ അത് വീഴ്ച ഉണ്ടായതിനു ശേഷം എനിക്കതിൽ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്നത്, അത് തുറന്ന് പറയണമല്ലോ, ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന കഴിഞ്ഞ മെഡിക്കൽ കോളേജിലെ സംഭവത്തിലും നമ്മൾ കണ്ടത്, ഈ സംഭവം നടന്ന ഉടനെ സർക്കാരിനെയും സംവിധാനങ്ങളെയും ന്യായീകരിക്കാനാണ് മന്ത്രിമാർ വരുന്നത്. അവിടെയാണെങ്കിൽ വാസവനും വീണ ജോർജും അവരുടെ ഭാഗത്തു നിന്ന് വന്ന ഏറ്റവും വലിയ പിശക് ഞാൻ കാണുന്നത് ആദ്യം തന്നെ ന്യായീകരിക്കുകയാണ്. ഇവിടെ ഈ വാർത്ത ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ വേദനയിൽ നമ്മളിപ്പോൾ പോലും അതിൻ്റെ ആഘാതത്തിന് മുക്തരല്ല. ഇതിൻ്റെ വേദനയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ശിവൻകുട്ടി മന്ത്രി വന്നിട്ട് അവിടെ നിന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയമായിട്ട് പ്രശ്നമാക്കുകയല്ല വേണ്ടത്, ഇത് മറ്റു തരത്തിലുള്ള പ്രശ്നമാണ്, ആരാണിത് ഇങ്ങനെ എന്നൊക്കെ വിശദീകരിക്കുകയാണ്. എന്തിനാണ് രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നതിന് അപ്പോൾ ഭയപ്പെടുന്നത്? അതല്ലല്ലോ അപ്പോഴത്തെ അവിടെ പ്രശ്നം. കൂലിപ്പണിക്കാരനായിട്ട് പണിക്ക് പോകാൻ പറ്റാത്തൊരു അച്ഛൻ, അവിടെ പോയിട്ട് അവിടുന്ന് കൂലിപ്പണി എടുക്കുന്ന ഒരു അമ്മ, ഇത്രയും ദരിദ്രമായ സാഹചര്യത്തിൽ ഒരു കുട്ടി, ഇവിടുത്തെ സംവിധാനങ്ങളുടെ കുഴപ്പം കൊണ്ട് വീഴ്ച കൊണ്ട് മരിച്ചു പോയിരിക്കുന്നു. 13 വയസ്സുകാരനൊരു കുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ എതിർ രാഷ്ട്രീയക്കാരും അല്ലാത്തവരായിട്ടുള്ള ആളുകൾ വിമർശിക്കും ഇതിനെ. അപ്പോൾ അതിനകത്തല്ല ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് കൊണ്ട് ആ വാക്ക് വർത്തമാനം മന്ത്രി ശിവൻകുട്ടി പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇവരുടെ ശ്രദ്ധ മുഴുവൻ. അപ്പോൾ ഇതിനകത്ത് ഒരു സിസ്റ്റമിക് ഫെയിലിയർ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഈ വളരെ ലതാർജിക്കായിട്ടുണ്ട്. നമ്മുടെ സംവിധാനങ്ങളെ പരിശോധിക്കുന്ന ആളുകൾ വളരെ ലതാർജിക്കായിട്ടുണ്ട്. നമ്മുടെ സംവിധാനങ്ങൾ, സ്കൂളുകൾ, ഇപ്പോൾ എയ്ഡഡ് സ്കൂളാണ്, സർക്കാർ സ്കൂളുകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ വളരെയേറെ ശ്രദ്ധ കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും അതിനകത്ത് ഒറ്റ സംഭവങ്ങളാണ്, ഒറ്റ മനുഷ്യരാണ് മരിക്കുന്നത്, ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയല്ല. പക്ഷേ അത് ഇവരുടെ പരാജയമാണ്. ഞങ്ങൾക്കൊരു കുഴപ്പം പറ്റുന്നു എന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങൾ കുഴപ്പം പറ്റുന്നതുകൊണ്ടാണ് മറ്റുള്ളവർ ഞങ്ങളെ എതിർക്കുന്നത് എന്ന് മനസ്സിലാക്കുകയല്ലാതെ, ഞങ്ങളുടെ അഭിമാന സംരക്ഷണമല്ല ഈ ഘട്ടത്തിൽ വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടല്ലാതെ, ഒരുപക്ഷേ ഇങ്ങനെ ഒരു 10 പതിറ്റാണ്ടിനോളമായിട്ട് ഇങ്ങനെ രാഷ്ട്രീയം ഇങ്ങനെ പോകുമ്പോൾ
അതാത് സ്ഥലങ്ങളിലെ ആളുകൾ ലെഥാർജിക് ആവുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ഉദ്ബോധിപ്പിച്ചിട്ട് കൂടുതൽ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ നോക്കണമെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ സംവിധാനങ്ങൾക്കും ഉണ്ട്. അത് കുട്ടികളുടെ മരണം സംഭവിച്ചതിന് ശേഷമല്ല വേണ്ടത്. ഏറ്റവും ഭാരം കൂടിയ നമ്മളങ്ങനെ പറയുമല്ലോ, ഏറ്റവും ഭാരം കൂടിയ ശവപ്പെട്ടികൾ കുട്ടികളുടെ ശവപ്പെട്ടികളാണ്. ഇത് അതേക്കാൾ ഭാരമുള്ളതാവുകയാണ് ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തലം. ഹർഷൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അച്ഛനും അമ്മയും അവരുടെ ഭാവി എന്ന് കണക്കാക്കുന്ന ആളുകളെ നമ്മുടെ കുഞ്ഞുങ്ങൾ. നമ്മളതിനപ്പുറത്തേക്ക് പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങേയറ്റം ദുഃഖകരമാണത്. ഓരോ അധ്യയന വർഷാരംഭത്തിലും സ്കൂളുകളിൽ ഫിറ്റ്നസ് പരിശോധന നിർബന്ധമായി നടക്കാറുണ്ട്. സുരക്ഷിതമായ അന്തരീക്ഷത്തിലേക്കാണ് കുരുന്നുകളെ സ്വീകരിക്കുന്നതെന്ന് ഉറപ്പാക്കും. അധ്യയന വർഷം ആരംഭിച്ച് വെറും ഒരു മാസത്തിനുള്ളിലാണ് മിഥുൻ എന്ന 13-കാരൻ്റെ ജീവൻ പൊലിഞ്ഞത് എന്ന് ഓർക്കണം. സ്കൂൾ മാനേജ്മെൻറ്റ് എന്ത് സുരക്ഷയാണ് ഉറപ്പാക്കിയതെന്നാണ് ഉയരുന്ന ചോദ്യം. വീഴ്ചയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ KSEBക്കും ആകില്ല. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ ഓരോ സ്കൂളിലും ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് വന്ന് പരിശോധന നടത്താനാകില്ല. അതത് സ്കൂളുകളിലെ ഉത്തരവാദപ്പെട്ടവരാണ് അക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പാക്കേണ്ടത്. വിചാരണകളും പഴിചാരലുകളുമെല്ലാം ഈ വിധം തുടരും. ആ പോയ കുരുന്നിൻ്റെ ജീവന്, ഉറ്റവരുടെ ജന്മം മുഴുവൻ നീളുന്ന തീരാനോവിന് എന്ത് പകരം കൊടുക്കാനാണാവുക?